മഴതോരും മുമ്പയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ ചായ കുടിക്കുന്നപ്പോൾ അവിടെ വൈജയന്തി ഇരിക്കുന്നുണ്ട്. മക്കളുടെ കാര്യത്തിൽ നീ കുറച്ചും കൂടെ ശ്രദ്ധ വേണം. അത് ബാലചന്ദ്രനാവാലോ. പെൺമക്കളുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെയാണ് ശ്രദ്ധിക്കുക? നിനക്കല്ലേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എന്നാ ചെയ്യണമെന്ന് പറയണേന്ന് ചോദിക്കും. ബബിതയുടെ ഫോൺ നീ പരിശോധിക്കണം എന്ന് പറയും. ബബിതയുടെ ഫോൺ അതിന് ലോക്ക് ചെയ്ത് വെച്ചേക്കല്ലേ, ഞാൻ എങ്ങനെ പരിശോധിക്കാനാണ്? ആ, അത് നീ പരിശോധിച്ചേ പറ്റൂ. ആ സമയത്ത് അലീന വന്ന് നിൽക്കും. എന്താടീന്ന് ചോദിക്കും. എനിക്കൊന്ന് പള്ളിയിൽ പോകണമായിരുന്നു. നിനക്ക് റെസ്റ്റ് അല്ലേ, പിന്നെ എവിടെ നിന്ന് കിട്ടി ഈ പള്ളിയിൽ പോക്ക് എന്ന് ചോദിക്കും. അത് പള്ളിയിൽ പോകണോണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. എൻ്റെ അലീനോട് ബാലചന്ദ്രൻ പറയും, നീ പള്ളിയിൽ പോക്കോ, നീ റെസ്റ്റ് എടുക്കേണ്ട കാര്യമൊന്നുമില്ല, നീ പൊക്കോളാൻ പറയും. ബാലചന്ദ്രനാണ് അവൾക്ക് വളം വെച്ച് കൊടുക്കണമെന്ന് പറയും. സ്വന്തം മോളുടെ മൊബൈൽ പരിശോധിക്കാൻ പറ്റാത്ത നീ എന്തിനേണ്ടി വേലക്കാരിയുടെ ജോലിക്കാരിയുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടണം, അതിനെന്ത് യോഗ്യതന് നിനക്കുള്ളതെന്ന് പറയും. ഞാൻ പിന്നെ എന്നാ ചെയ്യണം? ബബിത ആരോട് സംസാരിക്കുന്നു, ആരായിട്ട് ചാറ്റ് ചെയ്യുന്നു, എന്തൊക്കെ കാണുന്നു, അതൊക്കെ അറിയണം എന്ന് പറയും. പിന്നെ മൊബൈൽ ബാലേന്ദ്രൻ പറഞ്ഞ പോലെ ഒരു കടലാണ്, അതിലിറങ്ങി ചെന്ന് കഴിഞ്ഞിട്ട് പരിശോധിക്കാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയും. വേണ്ട, അങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ രോഹിത്, അവൻ എന്നെ ശത്രുവിനെ പോലെയാണ് കാണുന്നത്. അത് നിങ്ങളെന്ന് അവൻ അടിച്ചില്ലേ, അതുകൊണ്ടാണ്. അന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഞാനൊന്നും ഇടപെടില്ല, നിങ്ങളത് എടുത്ത് ചാടി ഓരോന്ന് ചെയ്തിട്ടില്ലേ എന്ന് പറയും. അവനെ അതുമാത്രമല്ല, അവൻ അലീനോടും മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന് പറയുന്നത്. അനാവശ്യം പറയരുത്. അലീനോടൊന്നും അവൻ മോശമായിട്ടൊന്നും പെരുമാറിയിട്ടൊന്നുമില്ല. അവൻ അത്രക്കാരനൊന്നുമല്ല. അലീന വന്നതിന് ശേഷമാണ് ഇവിടെ പല പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളതെന്ന് പറയും. എന്നാൽ പിന്നെ നീ അവനെ അങ്ങോട്ട് പിരിച്ചു വിടുകയെന്ന് പറയും. ഞാൻ പിരിച്ചു വിടും. ഞാൻ പത്രത്തിലൊരു പരസ്യം കൊടുക്കാൻ പോകണം. നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞ് ബാലേന്ദ്രൻ ചാടി എഴുന്നേറ്റ് പോകും. പിന്നീട് ഒരു ഓട്ടോണ് കാണിക്കുന്നത് പള്ളിയുടെ മുറ്റത്ത് തന്നെ ഒരു അനാഥ മന്ദിരമുണ്ട്. വൃദ്ധന്മാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അലീന കൊണ്ടുവരുന്ന ഓട്ടോറിക്ഷക്കാരനോട് അതൊന്ന് ഇറക്കി വയ്ക്കാൻ പറയും. അയാൾ അതിനുള്ള പൈസയും കൂടെ ചോദിക്കും. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, അരിയും പച്ചക്കറികളും പഞ്ചസാരയും ചായലയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇതൊക്കെ ഇവിടെ തീർന്നിരിക്കുന്ന കുഞ്ഞിനോട് ആരാ പറഞ്ഞതെന്ന് അവിടുത്തെ സിസ്റ്റർമാർ ചോദിക്കും. ഞാൻ ഇവിടെ കുറച്ച് ദിവസം ദേവമാതാ ഹോസ്പിറ്റലിൽ കിടന്നിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു അനാഥ മന്ദിരം ഉണ്ടെന്ന് പറയും. മോൾക്ക് പുണ്യം കിട്ടും, മോൾ എവിടെയുള്ളതാണെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ആ ഭാഗത്ത് അലീനെ താമസിക്കുന്ന പറയും. അപ്പോൾ ബാലേന്ദ്രൻ എന്ന് പറയുമ്പോൾ, ബാലേന്ദ്രൻ സാറിന് ഞങ്ങൾ അറിയും, സ്വർണ്ണക്കടയും തുണിക്കടയൊക്കെ ഉള്ളതല്ലേ എന്ന് പറയും. അതെ, ആളുടെ ആരാണ്, മോളാണോ എന്ന് ചോദിക്കും. അലീന വേഗം അതേ എന്ന് പറയും. എന്നിട്ട് ആ സാധനങ്ങളൊക്കെ വീണ്ടും പറക്കി വെച്ച് അകത്ത് വെപ്പിക്കുന്നുണ്ട്. അതിന് ശേഷമാണ് അലീന പോരുന്നത്. പിന്നീട് രോഹിത്തിനെ തിരിച്ച് വിളിക്കുന്നുണ്ട് മനു. സോറി ഹരി, എന്താടാ എത്ര ദിവസമായിട്ട് നിന്നെ വിളിക്കുന്നത്, ഫോണും എടുക്കുകയില്ല, വിളിച്ചാലും കിട്ടൂല എന്ന് പറയും. ഞാനേ നിന്നെ വിളിക്കേണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്, ഞാനാണ് നിന്നെ ചീത്താക്കണേന്നൊരു പരക്കെ ഒരു ന്യൂസ് ഉണ്ടെന്ന് പറയും. അതാര് പറഞ്ഞു ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ? അതാരും പറയണ്ട. അപ്പം നീ നന്നായിക്കോട്ടെ, ഞാൻ കാരണം വേണ്ട എന്ന് വിചാരിച്ച്. എന്താ പോട്ടെ, നീ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കും. ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അവൾ എന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ഭീഷണിപ്പെടുത്തിയെന്നോ? എന്ത് പറഞ്ഞിട്ട് എന്ന് ചോദിക്കും. 3 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. 1 ഫോൺ, അവളുടെ ഫോൺ തിരിച്ചു വേണമെന്ന്. 2 അവളോട് മാപ്പ് പറയണമെന്ന്. 3ാമത്തെ കാര്യം നിന്നായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്ന്. ഇപ്പോഴോ ഞാൻ പറഞ്ഞില്ലേടാ, ഞാൻ എൻ്റെ ആയിട്ട് കൂട്ടുകെട്ട് വന്നാലേ നീ നശിക്കുള്ളൂ എന്ന് പറയും. എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചതെന്ന് പറയും. ഫോൺ തിരിച്ചു കൊടുക്കാനില്ലല്ലോ. അത് മാപ്പ് പറഞ്ഞോ? മാപ്പും പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞ്. ആ മാപ്പ് അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അവൾ പോലീസിൽ പരാതി കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഒന്നും നടക്കില്ലടാ, നീ പേടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കുന്നുണ്ട് രോഹിത്തിന്. പിന്നീട് മനുവിനെ കാണിക്കുന്നത്, മനു വരുന്നുണ്ട് ബാലചന്ദ്രൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. അലീന വന്ന് വാതിൽ തുറക്കുമ്പോൾ മനുവേട്ടൻ എറണാകുളത്തിന് പോയില്ലേ? ഇല്ല, പോയിട്ടില്ല, നാളെ പോകുള്ളൂ എന്ന് പറയും. അതിന് ശേഷം അകത്തേക്ക് കയറി വരും. മനുവോ, വാടാ ഇരിക്കടാ എന്ന് പറയും. എന്താ നീ ഇന്ന് പോയില്ലേന്ന് ചോദിക്കും. ഇല്ലെങ്കിലേ പോയില്ല എന്ന് പറയും. നിന്നൊന്ന് കാണാനിരിക്കുകയായിരുന്നു, നിന്നൊന്ന് വിളിക്കണം എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അലീന വന്നവരെ മുന്നിൽ വായ നോക്കിക്കും. അപ്പോൾ മനു ചായ വേണം എന്ന് ആക്ഷനായിട്ട് പറയും. നിനക്കൊരു ചായ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ, എന്തിനീ കഥകളി ഭാഷ എന്ന് പറയും. അത് അവൾക്ക് അറിയാലെങ്കിലും എനിക്കൊരു ചായ വേണമെന്ന് എന്ന് പറയും. അലീന വേഗം അവിടെ നിന്ന് പോകും. ബാലചന്ദ്രൻ പറയും, ഞാൻ ഇപ്പോൾ വരാം, നീ അവിടെ ഇരിക്കുമെന്ന് പറയും. എന്നിട്ട് ബാലചന്ദ്രൻ മുറിയിൽ പോയി കഴിഞ്ഞിട്ട് കവർ എടുത്തുകൊണ്ട് വരും. കവർ എടുത്തുകൊണ്ടെന്ന് മനുവിനോട് പറയും, ഇതാണ് ആ കത്രിക എന്ന് പറയും. ഏത് കത്രിക? അലീനയുടെ വയറ്റത്ത് കുത്തി തറച്ച കത്രിക. ഹോസ്പിറ്റലുകാർ എനിക്ക് തന്നതാണ്. ഇതെൻ്റെ കത്രികയായിരുന്നു, എൻ്റെ മുറിയിലായിരുന്നു. ഇതിപ്പോൾ രോഹിത്തിൻ്റെ മുറിയിലായി. പിന്നെ അന്നെന്താ സംഭവിച്ചതെന്ന് നിനക്കറിയായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പം നിനക്കതറിയാമെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും. ആര് പറഞ്ഞു? അലീന പറഞ്ഞോ? അവൾ പറഞ്ഞില്ല. ചോദിച്ചാലൊരു പക്ഷേ പറയായിരിക്കും. ചോദിക്കാൻ വയ്യടാ, ആ പെൺകുട്ടിയുടെ മുന്നിൽ ഞാൻ നാണം കെട്ടുപോകും, ഞാൻ ചെറുതായി പോകുമെന്ന് പറയും. നീ ഇതെങ്ങനെ കൈകാര്യം ചെയ്തെന്ന് ചോദിക്കും. ഞാൻ അവനെ നല്ല അടി ഇടിച്ച് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചായ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ ചായ മേടിച്ച് അത് കഴിയുമ്പോൾ ചായ വേഗം അലീന അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് പറയും, എന്തിനാ തല്ലണേന്ന് അവൻ ഒരുപാട് ചോദിച്ച്, പക്ഷേ തല്ലണത് എന്തിനാണെന്ന് അറിയണത് വരെ ഞാൻ അവനെ തല്ലി ചതച്ചെന്ന് പറയും. രോഹിത്തിനെ തല്ലണ്ട പക്ഷേ എന്ന് പറയും.
അവന് കുറ്റബോധമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? അതോടുകൂടി അയലീനോടുള്ള വൈരാഗ്യം കൂടുള്ളൂ. അപ്പോൾ പിന്നെ അതിനപ്പുറം ഇനിയും സംഭവിക്കും. എന്തായാലും അങ്കിൾ ഇത് അറിഞ്ഞിട്ടുണ്ടെന്ന് അവനെ അറിയിക്കണം. അപ്പം എന്നിട്ട് അവന് കുറ്റബോധം ഉണ്ടെങ്കിൽ അവൻ അങ്കിളിനോട് വന്ന് മാപ്പ് പറയും. ഇത് രണ്ടും ഇല്ലെങ്കിൽ അവനെ സൂക്ഷിക്കണം. അവൻ ഡേഞ്ചറാണെന്ന്. അത്രേ എനിക്ക് കാര്യത്തിൽ പറയാനുള്ളൂന്ന് പറയും. അലീനനോട് ചോദിക്കാൻ പോയിട്ട് എനിക്ക് മിണ്ടാൻ പോലും പറ്റുന്നില്ലടാ. ആലോചിക്കുമ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോണ്. ആ പെൺകുട്ടിയുടെ മുന്നിൽ ആകെ നാണം കെട്ട അവസ്ഥേനി എന്ന് പറയും. നിൻ്റെ ആൻറ്റിയാണെങ്കിൽ അവളെ പറഞ്ഞയക്കാൻ തയ്യാറായി നിൽക്കണ്. ആ അത് ശരിയാണ്. അവളിനി ഇവിടെ നിൽക്കണ്ട അങ്കിളെ. അത് ശരിയാവില്ല അവളിവിടെ നിന്നാലെന്ന് പറയും. എടാ അമ്മനെ ആരും നോക്കും? അമ്മയുടെ കാര്യം ആൻറ്റി നോക്കട്ടെ. അല്ലാതെ നമ്മളെന്ത് ചെയ്യാൻ? അവൾക്ക് വേറെ സ്ഥലം ഞാൻ ശരിയാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഫോൺ വരുന്നുണ്ട്, രേവതിക്കുട്ടീനെ വിളിക്കുന്നത്. പെണ്ണെ അതേ ഒരു ഫോൺ വന്നെന്ന് പറയും. ഇത് രേവതിക്കുട്ടിയാണ് മുത്തശ്ശി എന്ന് പറയും. എന്നിട്ട് ആ ഫോൺ വേഗം മലീനെ സന്തോഷത്തോടെ മേടിച്ചിട്ട് വേഗം വേഗം പറയടി എന്ന് പറയും. അതെന്താ വേഗം വേഗം പറയാൻ? പണിയില്ലാണോ ചേച്ചി? അല്ലടി, നീ പറയുന്നത് കേൾക്കാനുള്ള ധൃതി കൊണ്ടാണെന്ന് പറയും. ഓ അങ്ങനെയെന്ന് പറയും. ചേച്ചി എന്തെടുക്കണ്? വീട്ടിലെ പണികളൊക്കെ ചേച്ചി എടുക്കണ്ടേ? കുറേശ്ശെ പണികളൊക്കെ എടുക്കണുള്ളൂ. ചേച്ചി ബാലേന്ദ്ര സാറിനോട് മറ്റേ കാര്യം പറഞ്ഞോ? ഇല്ലടി, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് പറയും. ഇന്ന് മനുവേട്ടൻ വന്നിരുന്നു. അപ്പോൾ ആ കത്രികയുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോൾ നിർത്തി. എന്തായാലും ബാലേന്ദ്ര സാറിന് എന്തൊക്കെയോ ഒരു എന്തോ മനസ്സിലായിട്ടുണ്ടടി. അത് എനിക്ക് മനസ്സിലായി. ബാലേന്ദ്ര സാറിൻ്റെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ അതൊക്കെ കേട്ട് മുത്തശ്ശിക്കും ഒരു ടെൻഷനായി. മുത്തശ്ശിക്കും എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട്. ഇവർ സംസാരിക്കുന്നത് കത്രികയുടെ കാര്യവും ബാലേന്ദ്രനും. എന്തായാലും മനുവേട്ടൻ ബാലേന്ദ്ര സാറിനെയും കൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ മനുവേട്ടൻ പറയുമായിരിക്കും എന്നും പറയുന്നുണ്ട്. പെട്ടെന്നാണ് അയ്യടി കേൾക്കണില്ല എന്ന് പറയും. നീ ഒന്ന് കട്ട് ചെയ്തിട്ട് വിളിക്കിട്ടാന്ന് പറയും. അത് മുത്തശ്ശി കേൾക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഇപ്പോൾ വരാട്ടെ മുത്തശ്ശി, പുറത്തേക്ക് പോയിട്ട്. അവളത് പറയണതേ കേൾക്കണില്ല, റേഞ്ചില്ല എന്ന് പറയും. പെണ്ണേ എന്ന് പറഞ്ഞ് വിളിക്കെങ്കിലും കൂടി അലീന ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോകും. 2 മിനിറ്റ് കഴിയുമ്പോൾ രേവതിക്കുട്ടി വീണ്ടും വിളിക്കും. നീ 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി ഞാൻ കാത്തിരിക്കണേന്ന് പറയും. പറയ് ചേച്ചി എന്ന് പറയും. അത് മുത്തശ്ശി അവിടെ മുറിയിലുണ്ടായിരുന്നത് കൊണ്ടുണ്ട് ഞാൻ പുറത്തേക്ക് വന്നതെന്ന് പറയും. ചേച്ചി എന്തോ പണിയെടുക്കണ്ടല്ലോ എന്ന് പറയും. നിനക്കതെങ്ങനെ മനസ്സിലായി? ചേച്ചി അവിടെ എന്ത് ചെയ്താലും എനിക്ക് മനസ്സിലാവും ചേച്ചി എന്ന് പറയും. അത് കുഴപ്പമില്ല എന്ന് പറയും. ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കാടി എന്ന് പറയുന്നുണ്ട്. അതിന് ശേഷം പുറത്തേക്ക് വരുന്നുണ്ട്. അലീന പറയും, പിന്നെ പറയും മോളെ നിൻ്റെ വിശേഷം എന്ന് പറയും. ഞാൻ മാമച്ചായനെ കുമ്പളങ്ങ ജ്യൂസ് എടുക്കാൻ പോയതാണ്, അതാണ് നേരം വൈകിയത്. ചേച്ചി എന്താ പിന്നെ അവിടെ എന്ത് സംഭവം ഉണ്ടായെന്ന് പറയും. മുത്തശ്ശി എന്നോട് ആഗ്രയിലെ കാര്യങ്ങൾ ചോദിച്ചിടി. ആഗ്രയിലെ ചരിത്രം എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിച്ചത് എന്ന് പറയും. ആഗ്രയിലെ കാര്യങ്ങൾ നിനക്കറിയാലോ. മേഡം ആഗ്രയിൽ താമസിച്ചതും എൻ്റെ വയസ്സും കൂടെ ഒത്തു നോക്കിയപ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട് എന്ന് പറയും. എന്ന് വെച്ചാൽ ചേച്ചി ആഗ്രയിലാണ് വെച്ചുണ്ടായെന്നാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെ ഞാൻ പറയുന്നില്ല. ആഗ്രയിൽ വെച്ച് ഞാൻ ജനിച്ചിട്ടുണ്ടാവില്ല. തിരുവനന്തപുരത്ത് താമസിച്ചപ്പോൾ ഒരു പക്ഷേ പ്രസവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഞാൻ കഴക്കൂട്ടത്ത് എത്തിയെന്ന് പറയും. ഭാഗ്യം, കൊന്നു കളഞ്ഞില്ലല്ലോ അവരുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ കൊന്നു കളയേണ്ടതായിരുന്നു എന്നറിയും. എന്നിട്ട് ചേച്ചി മുത്തശ്ശിയോട് എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാനുണ്ടി? അതിപ്പോൾ എനിക്കറിയുന്ന കാര്യം പോലും പറയാൻ പറ്റാത്ത അവസ്ഥയല്ലേ, പിന്നെ അങ്ങനെ അറിയാത്ത കാര്യം പറയുന്നത്? ഞാൻ എന്നെ പിരിച്ചുവിടാൻ പോകുന്ന പറഞ്ഞപ്പോൾ ഒരു നമ്പർ ഇറക്കിയതല്ലേ എന്ന് പറയും. അപ്പോൾ ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ, ആഗ്രയിൽ വെച്ചിട്ട് ചേച്ചി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ അച്ഛൻ ഒരു ഹിന്ദിക്കാരൻ തന്നെയാണെന്ന് പറയും. അപ്പോൾ അലീന ഇങ്ങനെ ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അത് സത്യമായിരിക്കുമല്ലോ, മലയാളി ആവാൻ വഴിയില്ലല്ലോ. ഏതെങ്കിലും ഹിന്ദിക്കാരനായിട്ടായിരിക്കും ചേച്ചിയുടെ മാഡത്തിന് അടുപ്പമുണ്ടായിട്ടുണ്ടാവുക. എന്തായാലും ആഗ്രയിലെ ചേച്ചിയുടെ മാഡത്തിൻ്റെ താമസവും ചേച്ചിയുടെ പ്രായവും ഉറപ്പല്ലേ എന്ന് പറയും. തെറ്റൊന്നുമില്ലല്ലോ എന്ന് പറയും. ഇല്ല മോളെ, തെറ്റൊന്നുമില്ല, അത് സത്യം തന്നെയാണ് നോക്കിയപ്പോൾ എന്ന് പറഞ്ഞേ. അപ്പോൾ ഉറപ്പിച്ച ചേച്ചി, ഏതോ ഒരു ഹിന്ദിക്കാരൻ തന്നെയാണ് ചേച്ചിയുടെ അച്ഛൻ. അത് കേട്ടപ്പോൾ അലീന ആകെ ഞെട്ടാണ്. ശരിയായിരിക്കും, അതിനെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ഒന്നും അലീന ഇന്ന് വരെയും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. രേവതിക്കുട്ടി അത്രയും ഉറപ്പ് പറഞ്ഞ നിലയ്ക്ക് ശരിക്കും ഹിന്ദിക്കാരൻ തന്നെ ആയിരിക്കും തൻ്റെ അച്ഛൻ. അതായത് ആരാണ് എങ്ങനെ അറിയും എന്നൊക്കെ ആലോചിച്ച് ആകെ ഞെട്ടി ധരിച്ച് നിൽക്കുന്ന അലീനയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം.